പുരാതന കാലത്തോട് ഇണങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ, എന്നാൽ ആധുനിക ചിന്താഗതി പിന്തുടരുന്നൊരു ഗോത്രവിഭാഗം. ഒരുപക്ഷെ 21-ാം നൂറ്റാണ്ടിൽ നാടോടുമ്പോൾ നടുവേ ഓടണമെന്ന് പറയുന്ന നമ്മൾ പോലും ഇത് കേട്ടാൽ മൂക്കത്ത് വിരൽ വെച്ചേക്കും. തങ്ങളുടെ മക്കൾക്ക് 10-13 വയസ്സാവുമ്പോഴേക്കും വീട്ടിൽ നിന്ന് മാറി മറ്റൊരു കുടിൽ കെട്ടി ഇണയെ തേടാൻ പറഞ്ഞയക്കുന്ന മാതാപിതാക്കൾ ഉള്ളൊരു ഗോത്രം. സഹോദരന്മാർക്ക് എല്ലാവർക്കും കൂടി മറ്റൊരു ഭാര്യ, അതായത് ഒരു വീട്ടിൽ 7-8 ആൺമക്കൾ ഉണ്ടെന്ന് കരുതുക. ഇവർക്ക് എല്ലാവർക്കും കൂടി ഒറ്റ ഭാര്യയായിരിക്കും. ഇതൊന്നും ചരിത്രമല്ല കേട്ടോ, ഇപ്പോഴും പിന്തുടരുന്ന ഒരു ആചാരമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വിചിത്രമായ ചില ഗോത്ര ആചാരങ്ങളെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ ഈ ടെക്നോളജി യുഗത്തിൽ പോലും ഇങ്ങനെയുള്ള സമ്പ്രദായങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. എന്നാൽ വിശ്വസിച്ചേ പറ്റൂ. ഇവിടെ നമ്മളെ ഏറ്റവും അധികം ഞെട്ടിക്കുന്നത് വിവാഹവും ലൈംഗികതയുമായി ബന്ധപ്പെട്ട വിചിത്രമായ കാര്യങ്ങളാണ്. നമുക്കൊക്കെ ഊഹിക്കാവുന്നതിനും അപ്പുറമായിരിക്കും കാര്യങ്ങൾ. അത് അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായിരിക്കും. കംബോഡിയയിലെ ക്രെങ് ഗോത്രവർഗക്കാർക്കിടയിൽ നിലനിൽക്കുന്ന ചില വിചിത്രമായ ഒരു സമ്പ്രദായമുണ്ട്. സ്ത്രീ പുരുഷനെ ഭർത്താവായി സ്വീകരിക്കുന്നതിന് മുന്നോടിയായി അവിടെ നടക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ഇത് കഴിയുകയേയില്ല. കംബോഡിയയിലെ ഒരു മേഖലയിൽ വസിക്കുന്ന വളരെ കുറഞ്ഞ ജനസംഖ്യ മാത്രമുള്ള ഗോത്രവർഗമാണ് ക്രെങ് ഗോത്രം. 2013 സെൻസസ് പ്രകാരം 22,385 ക്രെങ് ഗോത്രവർഗക്കാരാണ് ഇവിടെ ജീവിക്കുന്നത്. കംബോഡിയയിലെ തുങ് ത്രെങ്കിൽ മോണ്ടാൽകിരി പ്രവിശ്യയിലാണ് ഇവർ വസിക്കുന്നത്. പുറം ലോകവുമായി ഇവർ വലിയ രീതിയിൽ ബന്ധം പുലർത്താറില്ല. അവർക്ക് അവരുടേതായ ചില രീതികളുണ്ട്. വിചിത്രമായ ആചാരങ്ങളും അവിടെ നിലനിൽക്കുന്നു. അതിലൊന്നാണ് പെൺകുട്ടികൾക്കായി ഇവിടെ പണി കഴിപ്പിക്കുന്ന കുടിലുകൾ. ഇതിനെ ലവ് ഹട്ട് എന്ന് പറയും. പ്രായമെത്തുന്ന കുട്ടികളെ പ്രത്യേകം ഉണ്ടാക്കിയ ഈ കുടിലിലേക്ക് മാറ്റുന്നു. അവർ അവിടെ തനിച്ച് വേണം കഴിയാൻ. പ്രായം എന്ന് പറയുമ്പോൾ ഏകദേശം 13 വയസ്സ് മാത്രം പ്രായം വരുമ്പോൾ മാതാപിതാക്കൾ അവർക്കായി ഒരു കുടില് പണിത് നൽകുന്നു. അതിനെ ലവ് ഹട്ട് എന്ന് വിളിക്കും. വീടിന് അകലെയല്ലാതെ തന്നെയായിരിക്കും ഈ കുടിൽ. ഈ സമയം അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുമുണ്ടാകും. അവർക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ ആ കുടിലിൽ കഴിയാം. പുരുഷന്മാരുമായി അവൾ കിടപ്പറ പങ്കിടുന്നു. ഇഷ്ടമുള്ള ഒരാളെ അവൾ വരിക്കുന്നു. ഇതാണ് രീതി. സമപ്രായക്കാരായവരും മുതിർന്നവരുമൊക്കെ അവളുടെ കുടിലിൽ വെച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. എന്നാൽ ഗർഭിണിയാകാതിരിക്കാൻ വേണ്ടി ഗർഭനിരോധന ഉറകൾ ഈയിടെയായി അവർ ഉപയോഗിച്ചു വരുന്നു. മുമ്പ് ചില പാനീയങ്ങൾ കുടിച്ച് ഇവർ ഗർഭം ധരിക്കാതെ നോക്കുന്നു. വിചിത്രമായ ഈ രീതികൾ ഈ ഗോത്രത്തിനിടയിൽ നിലനിൽക്കുന്നത് കൊണ്ട് അവർക്കിടയിൽ പീഡനങ്ങൾ കുറവാണെന്ന് ഗ്രാമീണർ പറയുന്നു. പെണ്ണിന് താല്പര്യമില്ലാത്ത ഒരു ബന്ധം തുടർന്നു കൊണ്ടുപോകേണ്ട കാര്യവും ഇവിടെയില്ല. കുടിലിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുവെങ്കിലും ഗർഭിണിയാകാതെ നോക്കുന്നു. അവൾക്ക് ഇഷ്ടമുള്ളയാളെ തിരഞ്ഞെടുക്കുവാൻ അവസരം ലഭിക്കുന്നു. ഇങ്ങനെയൊരു ആചാരം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ലൈംഗിക പീഡനം ഇവിടെ തീരെയില്ലെന്ന് ഗ്രാമീണർ അടിവരയിട്ട് പറയുന്നു. സ്ത്രീ ഇഷ്ടപ്പെട്ട് ഒരാളെ തിരഞ്ഞെടുക്കുന്നതിനാൽ ജീവിതകാലം മുഴുവൻ അയാളോടൊപ്പം സന്തോഷകരമായി അവർ ജീവിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഡൈവേഴ്സുകളും തീരെയില്ല. അടുത്തതായി പറയുന്നത് പഞ്ചപാണ്ഡവരെ പോലെ സഹോദരങ്ങൾക്കെല്ലാം കൂടി ഒറ്റ ഭാര്യ സമ്പ്രദായത്തെക്കുറിച്ച്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് നമ്മുടെ തൊട്ടടുത്തുള്ള നേപ്പാളിലെ ചില ഗോത്രങ്ങളുടെ ആചാരമാണ് കേട്ടോ. പഞ്ചപാണ്ഡവർക്ക് ഒരു ഭാര്യയായിരുന്നു, പാഞ്ചാലി. എന്നാൽ സഹോദരന്മാരെല്ലാം ചേർന്ന് ഒറ്റ സ്ത്രീയെ വിവാഹം കഴിക്കുന്ന സമ്പ്രദായം നിലനിൽക്കുന്ന സ്ഥലങ്ങൾ ഇപ്പോഴുമുണ്ട് നമ്മുടെ ഈ ലോകത്ത്. ഒരു കാലത്ത് സജീവമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇത് കുറഞ്ഞിട്ടുണ്ട്. സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുക എന്നതായിരുന്നു ഇങ്ങനെയൊരു രീതി തുടരാൻ ആൾക്കാരെ പ്രേരിപ്പിച്ചിരുന്നത്. 1-2 സഹോദരന്മാരുള്ള കുടുംബം മുതൽ 7-8 സഹോദരന്മാരുള്ള കുടുംബങ്ങളിൽ വരെ ഈ രീതി തുടർന്നു വന്നു. ഇവർക്കെല്ലാവർക്കും ചേർന്ന് ഒരു ഭാര്യയായിരിക്കും ഉണ്ടാവുക. ഇത് കൂടുതലായി കാണുന്നത് ഹിമാലയൻ ഭാഗങ്ങളിലാണ്. എന്തായാലും നേപ്പാളിലെ ചില ഭാഗങ്ങളിലൊക്കെ ഈ രീതി ഇപ്പോഴും തുടരുന്നുണ്ട്. നേപ്പാളിലെ ദോൽപ ജില്ലയിലെ അപ്പർ ദോൽപ പ്രദേശത്ത് ഈ സമ്പ്രദായം പ്രശസ്തമാണ്. പടിഞ്ഞാറൻ നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ദോൽപ. വടക്ക് ചൈനയുമായി ഈ പ്രദേശം അതിർത്തി പങ്കിടുന്നു. പ്രായപൂർത്തിയാകാത്ത ആണുങ്ങൾ വരെ ഇത്തരത്തിൽ വിവാഹം ചെയ്യുന്നു. എന്നാൽ അവർ വിവാഹപ്രായം എത്തുന്നതോടെ ഭാര്യയുമായി കിടപ്പറ പങ്കിടാം. സഹോദരന്മാരും അവരുടെ ഭാര്യയുമായി ഒരു കൂട്ടുകുടുംബം പോലെ കഴിയുന്നു. ഓരോരുത്തർക്കും ഓരോ ജോലികൾ ഭാഗിച്ച് നൽകിയിട്ടുണ്ടാകും. വീട്ടുജോലികളിൽ കൂടുതൽ ശ്രദ്ധ ഭർത്താക്കന്മാരായിരിക്കും കാണിക്കുക. പണം കൈകാര്യം ചെയ്യുന്നതടക്കമുള്ള കാര്യം ഭാര്യ നോക്കും. ദാരിദ്ര്യം തന്നെയായിരുന്നു പ്രധാന പ്രശ്നം. ആദ്യം മൂത്ത മകൻ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുന്നു. തൊട്ടടുത്ത ആൾ വിവാഹം കഴിക്കാറാകുമ്പോൾ ആ പെണ്ണിനെ തന്നെ അവർ വീണ്ടും വിവാഹം ചെയ്യുന്നു. അത് അങ്ങനെ പോകുന്നു. 4-5 സഹോദരന്മാരുള്ള കുടുംബമാണെങ്കിൽ അവർ എല്ലാവരും ചേർന്ന് ഒരു ഭാര്യയായിരിക്കും ഉണ്ടാവുക. സ്വത്തുക്കൾ കൂടുതലായി വീതിച്ചു പോവാതിരിക്കാനാണ് പ്രധാനമായും ഇങ്ങനെ ചെയ്യുന്നത്. കൂടാതെ ഒന്നിലധികം ഭർത്താക്കന്മാർ ഉള്ളതിനാൽ ഒരാൾ മരിച്ചാലും മറ്റുള്ളവർ തുണയാകുമെന്ന വസ്തുതയും ഇവർ മറച്ചു വെക്കുന്നില്ല.
മുമ്പ് ഇങ്ങനെയൊരു സമ്പ്രദായം സജീവമായിരുന്നുവെങ്കിലും ഇപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആചാരങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് അംഗീകരിക്കാനാവുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നത് എന്തായാലും കമന്റ് ചെയ്യൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.